ഹലോ, ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ട് ഒരു കറി വയ്ക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഒന്നത് ചട്ടി വെച്ചായിരിക്കും ഞാൻ ചുവന്നുള്ളി പച്ചമുളക് ഇട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് ഒരിക്കൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് പതുക്കെ വഴച്ചിട്ട് കേട്ടോ, ചെറിയ തീയിൽ വഴച്ചാൽ എന്ന് വെച്ചാൽ ചട്ടിയുടെ കനം കുറവാണ്. അപ്പോൾ ചിലപ്പോൾ അത് ചൂടധികം ഉണ്ടാകും. പിന്നെ ചെറിയ തീയിൽ വെച്ച് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റി വരട്ടെ കേട്ടോ. നമുക്ക് ക്യാരറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ചാറുകറി നമ്മൾ വെച്ചിട്ടുണ്ടാവില്ല, ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ നമ്മുടെ ചുവന്നലും പച്ചമുളക് ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 വലിപ്പമുള്ള ക്യാരറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് ഒരു 3 ക്യാരറ്റ് എടുത്ത് കിട്ടാം. നല്ല വലിപ്പമുള്ള നല്ല ഫ്രഷ് ക്യാരറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാകാം. അതേ നമ്മുടെ ക്യാരറ്റ് അത്യാവശ്യം വാടി വന്നു തുടങ്ങിയിട്ട് അത് വാടി വരുമ്പോഴേക്കും ഞാൻ നോക്കി കുറച്ച് തേങ്ങ, അരമുറി തേങ്ങ കഷ്ടി എടുത്തോളൂ കേട്ടോ. അതിലേക്ക് ഞാൻ കുരുമുളക്, നല്ല ജീരകം, പിന്നെ മറ്റേ തൈര്, നമ്മൾ മോര് കറി വെക്കണ ഏകദേശം രൂപം തന്നെ, അങ്ങനെ അത് വെണ്ണ പോലെ ഞാൻ അരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി ഈ അരപ്പ് അതിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ക്യാരറ്റ് വാടാനുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓയിലിൽ ഉണ്ടാക്കരുത്, വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയിടുക. പിന്നെ ചുവന്നുള്ളിയും അതിലിടാൻ മറക്കരുത്. നമ്മൾ മോര് കറി വയ്ക്കുമ്പോൾ ചുവന്നുള്ളി ഒന്നും ഇടാറില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ചുവന്നുള്ളി ഇട്ടിട്ട് ക്യാരറ്റ് വെളിച്ചെണ്ണയിൽ നമ്മളിത് വാട്ടിയെടുക്കും. അപ്പോൾ ഒരു രസം ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. ഇനി നമുക്കിത് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ്. അതെ, നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ അരപ്പ് അതിൽ വീഴ്ത്തി ഉപ്പ് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ. ഇനി അതൊന്ന് പതുക്കെ ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം കണ്ട നല്ല മണം വരുന്നുണ്ട്. ക്യാരറ്റൊന്ന് പിടിച്ച് രസമായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കടുക് കളിക്കാം. നമ്മുടെ കാളനൊക്കെ വയ്ക്കണ ഏകദേശം രൂപം തന്നെ. പക്ഷേ ഇതിൽ ചുമന്നുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റണം. വെളിച്ചെണ്ണയിൽ ക്യാരറ്റും വഴറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കടുക് കാച്ചി വിധം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കാളം കാച്ചി വിധണ പോലെയാണ് കാച്ചി വിധം. കടുകും മുളകും വേപ്പിയിട്ടിട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് 2 മണി ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായിരിക്കും. ഇനി നമുക്ക് വേപ്പിലിടാം, മുളകിടാം. വേപ്പിലിട്ടും അമ്മ ചിന്നിരിമാരേ. ഇനി മുളക് ഇടും. ഓക്കെ, ഒഴിച്ചോ. നല്ലൊരു കറിയായിട്ട് കിട്ടും. ഇന്നും ഞങ്ങൾ തൈര് തേങ്ങ അരച്ചത് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കി, ടേസ്റ്റ് ഉണ്ട്. ചുവന്നുള്ളി ഇട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയിരുന്നു കേട്ടോ. അപ്പോഴാണ് അതിന് രസം മതി. നമുക്ക് മൊത്തത്തിൽ പച്ചക്കറിയാണ്, കുറച്ച് ദിവസമായിട്ട് പച്ചക്കറിയിലാണ് ഈ ആഴ്ച ഫുള്ള്. അപ്പോൾ അതേ കാബേജ് പെരുമിച്ചിട്ടുണ്ട് രാവിലെ തന്നെ കേട്ടോ. അത് ഇനി പപ്പടം വറക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ കറികൾ കേട്ടോ ഞങ്ങളുടെ. ഓക്കെ കേട്ടോ, അപ്പോൾ എല്ലാവർക്കും ബൈ.